Voice of Marketing, in touch with positive people. വെൽക്കം ടു വോയിസ് ഓഫ് മാർക്കറ്റിംഗ്. വോയിസ് ഓഫ് മാർക്കറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലെ പേഷ്യൻസ്, ക്ഷമ വളരെ മഹനീയമായ സ്ഥാനമാണ് അതിനകത്തുള്ളത്. നമ്മുടെ ജീവിതത്തിലായാലും സെയിൽസിലായാലും മാർക്കറ്റിങ്ങിലായാലും ആ ഒരു ക്ഷമാശീലം നമുക്ക് വളരെ വളരെ ആവശ്യമുള്ളൊരു ഘടകമാണ്. എങ്ങനെയൊക്കെയാണ് സെയിൽസിൽ മാർക്കറ്റിങ്ങിൽ പേഷ്യൻസിൻ്റെ ക്ഷമാശീലത്തിൻ്റെ ആ ഒരു മഹനീയത, ഏതൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഫോളോ അപ്പ്. നമുക്കറിയാം, ഫോളോ അപ്പ് ഒരു കസ്റ്റമർ ആദ്യ മീറ്റിങ്ങിൽ കൺവേർട്ട് ആവാനുള്ള സാധ്യത ഒരു 50%, 60% അതിനുള്ള സാധ്യതയെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ആ കസ്റ്റമറെ ഓൾറെഡി നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് വെച്ച ഒരു കസ്റ്റമർ ആണെങ്കിൽ, നിരന്തരം കുറച്ച് കാലങ്ങളായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 60% അയാൾ കൺവേർട്ട് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഫസ്റ്റ് ടൈം അപ്പോയിൻമെൻ്റ് എടുത്താണെങ്കിൽ പോലും ഫസ്റ്റ് ടൈം ഒരു കസ്റ്റമറായിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അത് കൺവേർട്ട് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് നിരന്തരം ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് എന്ത് വേണം? ഈ പേഷ്യൻ്റ് ക്ഷമാശീലം വേണം. നിരന്തരമായി ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യാനും ആ കസ്റ്റമറോട് സംസാരിക്കാനും പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ വിശേഷങ്ങൾ, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റും രണ്ടാണല്ലേ. അപ്പോൾ കൂടുതൽ എന്തിനെക്കുറിച്ച്, ആ പ്രോഡക്റ്റിൻ്റെ എന്തിനെക്കുറിച്ച് പറയണം? ബെനിഫിറ്റിനെ കുറിച്ചിട്ട് പറയണം. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ അപ്പിലൂടെ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെ അവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ ആ കസ്റ്റമറായിട്ട് ഒരു റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കണം. ക്ഷമാശീലത്തെക്കുറിച്ച് ആദ്യം പറയേണ്ടത്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഈ ക്ഷമാശീലം കൃത്യമായിട്ട് വളരെ ബെസ്റ്റായിട്ട് ക്ഷമാശീലമുള്ള ഒരു വ്യക്തിക്കാണ് സെയിൽസ് നടത്താൻ പറ്റുള്ളൂ. അതിൻ്റെ ഏറ്റവും ബെസ്റ്റായ ഒരു ഭാഗമാണ് ഫോളോ അപ്പ്. അതില്ലാതെ ഒരു സെയിലും ക്ലോസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. നെക്സ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. പ്രത്യേകിച്ച് സെയിൽസ് ടീമുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് റിജക്ഷൻ. ഒരു കസ്റ്റമർക്ക് ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നു, ആ കസ്റ്റമർ അത് വേണ്ടെന്ന് പറയുന്നു. ഒരു ദിവസം കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല റിജക്ഷൻ. കസ്റ്റമർ ഫസ്റ്റ് വിസിറ്റ് ചെയ്യും, സെക്കൻഡ് വിസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ സെക്കൻഡ് നിങ്ങൾ അങ്ങോട്ട് ടെലികോൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ആ നോ എന്ന് പറയുന്ന കാര്യത്തെ എസ് ആക്കി കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിരിക്കണം. ഒരു നെഗറ്റീവ് കസ്റ്റമർ പറയുകയാണെങ്കിൽ ആ നെഗറ്റീവിലൂടെ പോസിറ്റീവിലേക്കുള്ള ഒരു യാത്ര ആ കസ്റ്റമറായിട്ട് ഒന്നിച്ച് നിങ്ങൾക്ക് നടത്താൻ സാധിക്കണം. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ആ കസ്റ്റമർ എന്തുകൊണ്ട് ആ നെഗറ്റീവ് പറയുന്നു, ആ കസ്റ്റമർ എന്താണ് അവിടെ അയാൾ ഉദ്ദേശിക്കുന്ന ബെനിഫിറ്റ്, ആ ബെനിഫിറ്റിലേക്ക് എങ്ങനെ ആ കസ്റ്റമറെ കൊണ്ടെത്തിക്കാൻ സാധിക്കും, നമുക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് അത് സ്റ്റഡി നടത്തി അതിലൂടെ നമുക്ക് ആ റിജക്ഷനെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ റിജക്ഷൻ അത് നമ്മുടെ സെയിൽസിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു പാർട്ട് ഓഫ് ദ ജോബാണെന്ന് മനസ്സിലാക്കുകയും, ധൃതി പിടിച്ചിട്ട് ഇനി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് പോവുകയല്ല വേണ്ടേ. ഒരു കസ്റ്റമറെ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. റിജക്ഷൻ നേരിട്ടുകൊണ്ടേയിരിക്കും. ആ റിജക്ഷനിലൂടെയാണ് ആ കസ്റ്റമർ ഒരു ക്ലോസിങ്ങിലേക്കുള്ള യാത്ര നടത്തുന്നത്. എത്രമാത്രം റിജക്ഷൻ പറഞ്ഞാലും അതിനെ നേരിടാനുള്ള ഒരു മനക്കരുത്ത് സെയിൽസ് ടീമിന് ഉണ്ടായിരുന്നു. അതിന് പേഷ്യൻ്റെ ക്ഷമ ആവശ്യമാണ്. നെക്സ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ 2 സ്റ്റെപ്പ് കഴിയുമ്പോൾ ആ കസ്റ്റമറായിട്ടൊരു റാപ്പോ നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ ഉറപ്പായിട്ട് സാധിക്കും. ടെലികോള് ചെയ്താണെങ്കിലും ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത ആണെങ്കിൽ പോലും ആ കസ്റ്റമറായിട്ടുള്ള റിലേഷൻ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത് ഈ ട്രസ്റ്റ് ബിൽഡപ്പിലാണ്. എങ്ങനെയാണ് ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നത്? നിങ്ങളുടെ ടോൺ ഓഫ് വോയിസ്, നിങ്ങളുടെ ബിഹേവിങ് ഹാബിറ്റ്,
നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഒരു കസ്റ്റമർ വാച്ച് ചെയ്യും. നിങ്ങൾ ഒരു വേദിയിലേക്കോ അല്ലെങ്കിൽ പുറമേ നടക്കുമ്പോഴോ, നമ്മളിപ്പോൾ പുറമേ നടക്കുമ്പോഴൊക്കെ നമ്മൾ ക്യാമറയുടെ കണ്ണുകളിൽ തന്നെയാണല്ലേ. അപ്പോൾ ഒരാളുടെ ആംഗിളിലൂടെ നിങ്ങളെ എങ്ങനെ വീക്ഷിക്കുന്നു അത് വളരെ വ്യത്യസ്തമായിരിക്കും. ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ കാണുന്നത്, അതുപോലെ ആയിരിക്കില്ല മറ്റൊരാൾ കാണുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ജീവിതത്തിൽ ഒരു സെയിൽസ് പേഴ്സൺ ശ്രദ്ധിക്കേണ്ട വളരെ പരമപ്രധാനമായ കാര്യം, ഇപ്പോൾ ക്ഷമയെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ പോലും, ഈ പേഷ്യൻറ്റിനോടൊപ്പം തന്നെ ചേർത്ത് നിർത്തേണ്ട ഒരു കാര്യം എന്താണ്? നല്ല സ്വഭാവം ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. സ്വഭാവശുദ്ധി, പെരുമാറ്റശുദ്ധി, തൻ്റെ ഇടത്തരം പറയാതെ കസ്റ്റമർ പറയുന്ന കാര്യം കേട്ട് അതിന് റിപ്ലൈ കൊടുക്കാനുള്ള ആ മഹനീയത, ആ ഒരു പാരമ്പര്യം ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന്, ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്, ഒരു മാർക്കറ്റിംഗ് മാനേജേഴ്സിന് ഉണ്ടായിരിക്കേണ്ട ശീലമാണ്. അപ്പോൾ അങ്ങനെ ഒരു റാപ്പോ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ആ കസ്റ്റമറായിട്ട് അങ്ങനെ ഒരു റിലേഷൻ ബിൽഡപ്പ് ചെയ്താൽ ഇയാൾ ഒരു നല്ല വ്യക്തിയാണ്, ഇയാളുടെ കയ്യിൽ നിന്ന് മാത്രമേ ഞാൻ പ്രോഡക്റ്റ് വാങ്ങിക്കുകയുള്ളൂ, അങ്ങനെ ഒരു റിലേഷൻ അവിടെ ബിൽഡപ്പ് ചെയ്യുകയാണ്. അത് ക്ഷമയിലൂടെ ആയിരിക്കും ബിൽഡപ്പ് ചെയ്യുന്നത്. പല പ്രാവശ്യം റിജക്ഷൻ ചെയ്തിരിക്കും, എന്നിട്ടും നിങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തിലൂടെ കീഴ്പ്പെടുത്തി, അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്തു, നിരന്തരമായ ഫോളോ അപ്പ് ചെയ്തു. ആ കസ്റ്റമർ വിളിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ അയാൾക്ക് കോൾ ചെയ്തു, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചു, അല്ലെങ്കിൽ വാട്സപ്പ് കോൾ ചെയ്തു, വാട്സപ്പിൽ ഡീറ്റെയിൽസ് അയച്ചു, ഇമെയിൽ ചെയ്തു. ഇതിലൂടെ ഈ റിലേഷൻ ബിൽഡപ്പ് ചെയ്യുമ്പോൾ അയാൾ തീരുമാനിക്കുന്നു, നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ ഞാൻ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ എപ്പോഴും എവിടെയും സക്സസ് ആകുന്നത്, സെയിൽസ് സക്സസ് ആകണമെങ്കിൽ ക്വാളിറ്റി പ്രോഡക്റ്റിനോടൊപ്പം തന്നെ വോയിസ് ടോണും ക്ഷമാശീലവും നല്ല പെരുമാറ്റവും ഉണ്ടായിരിക്കുക. അതുപോലെ ക്ഷമാശീലത്തിൻ്റെ ഒരു കസ്റ്റമർ റീടെൻഷൻ ചെയ്യാൻ ഏറ്റവും വേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്നറിയാമോ? കംപ്ലൈൻറ്റ്. ഒരു പ്രോഡക്റ്റിന് ഒരു ഇഷ്യൂ വരുമ്പോൾ അത് കേൾക്കാനും അതിനൊരു സൊല്യൂഷൻ കൊടുക്കാനും ഒരു എക്സിക്യൂട്ടീവിന്, ഒരു മാർക്കറ്റിംഗ് ടീമിന്, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് സാധിച്ചിരിക്കണം. അത് എങ്ങനെ ഇത് കൈവരിക്കാൻ പറ്റും? ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങിയ ഒരു പോയിന്റിൽ തന്നെയാണ്. ആ പേഷ്യൻ്റ് ക്ഷമാശീലം ഉണ്ടായിരിക്കണം. നല്ല ക്ഷമയുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ഒരു കസ്റ്റമർ ദേഷ്യപ്പെടുമ്പോൾ, അയാൾ പൊട്ടിത്തെറിക്കുമ്പോൾ, അയാൾ പ്രോഡക്റ്റിനെ കുറിച്ച് കംപ്ലൈൻറ്റ് പറയുമ്പോൾ, സർവീസിനെ കുറിച്ച് മോശമായി പറയുമ്പോൾ അത് പ്രതികരിക്കാതെ കേട്ടുനിന്ന് അത് ലിസൺ ചെയ്ത് കൃത്യമായ ആൻസർ കൊടുത്ത്, ഇപ്പം നല്ല വെയിലാണല്ലേ, നല്ല ചൂടാണ്, കസ്റ്റമറുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അയാളുടെ ഹൃദയത്തിലേക്ക് ഐസ് കട്ടകൾ വാരി എറിയാൻ നമുക്ക് സാധിക്കണം. അതിന് എന്താണ് വേണ്ടത്? ക്ഷമാശീലം വേണം. പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ട് ആ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവിടെ ഒരു സെയിൽസ് പേഴ്സൺ സക്സസ് ആകുന്നു, വിജയിക്കുന്നു. ഇതിനോട് കൂട്ടി ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ക്ഷമയുള്ള സെയിൽസ് എന്താണ്? ലൈഫ് ടൈം കസ്റ്റമർ പ്ലസ് റഫറൽ മാർക്കറ്റിംഗും ആ കസ്റ്റമറിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് റിയാലിറ്റിയാണ്. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ സക്സസ്.